നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോബ്ലം ഉണ്ടോ? അതായത് നമ്മളിങ്ങനെ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കും ഒരു ദിവസത്തേക്ക്. എന്തെങ്കിലും ഒരു ഐറ്റം അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം ഈ ഡോമിനോ എഫക്റ്റ് പോലെ അങ്ങ് വീണു പോകും. ഒന്നും ചെയ്യാൻ തോന്നത്തില്ല. ഫോർ എക്സാമ്പിൾ, ഞാനിന്ന് രാവിലെ 6:30 അലാറം വെച്ച് എഴുന്നേക്കായിരുന്നേ. ജിമ്മിൽ പോകാനും അത് കണ്ട് എന്ത് ഫുഡ് എന്ത് സമയത്ത് കഴിക്കണം അങ്ങനെ ഫുൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ എഴുന്നേറ്റപ്പോൾ 7:30, 1 മണിക്കൂർ മാറി. അപ്പോൾ ആലോചിക്കുന്നു, ഇനി അത് മൊത്തം പ്ലാൻ മാറിയല്ലോ, എന്നാൽ പിന്നെ നാളെ ചെയ്യാം. പിന്നെ പെട്ടെന്നൊരു വോയിസ് ഇങ്ങനെ തലയ്ക്കകത്ത് തോന്നുന്നു, ഇതെന്ത് പൊട്ടത്തരമാണ്, ഒരു ഫുൾ ഡേ അങ്ങ് വേസ്റ്റ് ചെയ്യാൻ പോകണോ, 1 മണിക്കൂറിൻ്റെ ഒരു വ്യത്യാസം വന്നുകൊണ്ടോ? ഇറ്റ് മേക്സ് നോ സെൻസ്. ഇതൊരു ഫോം ഓഫ് പെർഫെക്ഷനിസം സിൻഡ്രോമാണ്. നമ്മളിങ്ങനെ എല്ലാം പ്ലാൻ ചെയ്ത് ചെയ്യുമ്പം. പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഇത് പിന്നെയും ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം കോളേജിൽ പഠിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്, നമുക്ക് എന്നെ ക്ലാസ്സസ് ഉണ്ട് ഈ സമയം തൊട്ട് ഈ സമയം വരെ. അപ്പം വി ക്യാൻ മേക്ക് ദി അതർ പ്ലാൻസ് അറൗണ്ട് ഇറ്റ്. ഇപ്പോൾ കുറച്ചുകൂടെ സ്ട്രക്ചർഡാണ്. നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുമ്പം അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുമ്പം സമയവും എന്ത് ചെയ്യണമെന്നെല്ലാം നമ്മൾ തന്നെ പ്ലാൻ ചെയ്യേണ്ടി വരും. പക്ഷേ ഞാൻ ഇടയ്ക്ക് ഒരുപാട് റാൻഡം കാര്യങ്ങൾ ഇപ്പോൾ ഒരു ദിവസം എക്സ്ട്രാ വെച്ച് ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ വേറൊരു ദിവസം വേറെ എന്തെങ്കിലും വരാം. പെട്ടെന്നൊരു ഗസ്റ്റ് ഇപ്പോൾ കയറുന്നു, ഈ സമയത്ത് വരത്തില്ല, പക്ഷെ ഒരു ഗസ്റ്റ് ഇപ്പം ഒരു ഉച്ച സമയത്ത് കയറി വന്നു കഴിഞ്ഞാൽ വിചാരിച്ച പ്ലാൻ പോലെ കാര്യങ്ങൾ പോകത്തില്ല. സോ ഈ ഒരു പെർഫെക്ഷനിസത്തിനെ നമ്മൾ പിടിച്ചു നിന്ന് അതേപോലെ നടന്നാലേ നമ്മൾ ചെയ്യത്തുള്ളൂ എന്ന് അഡ്ഹിയർ ചെയ്തുള്ള പ്രശ്നം ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോകാൻ ഭയങ്കരമായിട്ട് പാടുപെടും, കുറേ സ്ലോ ആവും. അപ്പോൾ ഇതിന് പകരം ഒന്നെങ്കിൽ പ്ലാൻ ചെയ്യുക, എന്നിട്ട് അതുപോലെ പോയില്ലെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളങ്ങ് ചെയ്യുക, അല്ലെങ്കിൽ പ്ലാനെ വിടുക, എന്നിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളങ്ങ് ചെയ്തു തീർക്കുക. വേറൊരു സംഭവമുണ്ട്, എപ്പോഴും ഒരു 3 കൂടുതൽ ഐറ്റംസ് ചെയ്തിരിക്കുന്ന നല്ലതൊരു ദിവസം, അത് മെയിനായിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പം വർക്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ തീർക്കാറുണ്ട്, ജിമ്മിൽ പോകണം, പന്ന ഫുഡൊന്നും കഴിക്കില്ല, നല്ല ഫുഡ് കഴിക്കാവൂന്ന് പോലുമല്ല, പന്ന ഫുഡൊന്നും കഴിക്കില്ല. ഈ 3 കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. വർക്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ജിമ്മിൽ പോകണം, ആൻഡ് ബാഡ് ഫുഡൊന്നും കഴിക്കില്ല, സിമ്പിൾ. ഇതിൽ കൂടുതൽ ഒരു 10 പ്ലാൻ ചെയ്ത് എന്ത് കഴിക്കണം, ഈ 6 മുട്ട കഴിക്കണം, ബട്ടറിലിട്ട് കഴിക്കും, ഇങ്ങനെ ഫുൾ പ്ലാൻ ചെയ്ത് വെച്ച് കഴിയുമ്പം എങ്ങാനും ഫ്രിഡ്ജ് തുറക്കും ബട്ടർ ഇല്ലെങ്കിൽ പ്ലാൻ തെറ്റി, പിന്നെ മൂഡ് പോകും. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്ലാനിങ് ചെയ്യുമ്പം നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ട്, നമ്മുടെ ബ്രെയിൻ തന്നെ കുറേ ഡോപ്പമിൻ റിലീസ് ചെയ്ത് കുറേ എഫേർട്ട് ഇട്ടാണ് ഈ പ്ലാൻ മൊത്തം ചെയ്യുന്നത്. അപ്പോൾ അത് അനുസരിച്ച് പോയില്ലെങ്കിൽ ഭയങ്കര ക്ഷീണം വരും ബ്രെയിനിന്. ബിക്കോസ് ഇത്ര എഫേർട്ട് ഇട്ട് പ്ലാൻ ചെയ്തുള്ളൊരു ഫീലിംഗ് ഉള്ളതുകൊണ്ട് അതുപോലെ കാര്യങ്ങൾ പോകാത്തപ്പോൾ ഒരു ഡിപ്രസിങ് ഫീലിംഗാണ്. അതുകൊണ്ടാണ് ഒരുപാട് പ്ലാൻ ചെയ്യേണ്ട, പക്ഷേ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുക മാക്സിമം. ഇതാണ് ബിഗ്ഗസ്റ്റ് സീക്രട്ട്.